10 ഷാഡോസ് ടെക്നിക്കിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷിക്കിഗാമിയാണ് മഹോരാഗ. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു യൂസറിനും മഹോരാഗയെ ടേം ചെയ്യാൻ പറ്റിയിട്ടുമില്ല. എന്നിരുന്നാലും എത്ര പ്രാവശ്യം വേണമെങ്കിലും സമൺ ചെയ്ത് വരുത്താൻ പറ്റും. പക്ഷേ സമൺ ചെയ്തതിന് ശേഷം തോൽപ്പിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മഹോരാഗ സമൺ ചെയ്ത ആളിനെ തീർക്കും. തോൽക്കുമെന്നുറപ്പാവുന്ന ഘട്ടങ്ങളിൽ എന്തായാലും മരിക്കും, എതിരാളിയും കൂടെ തീർക്കാം എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ ആരായാലും മഹോരാഗയെ സമൺ ചെയ്യുള്ളൂ. സമണിങ് റിച്വലിനകത്ത് എത്ര പേരെ വേണമെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും മഹോരാഗ ഫൈറ്റ് ചെയ്യും. സീരീസിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ഫാമിലീസാണ് ഗോജോ ക്ലാനും സെനിൻ ക്ലാനും. ആ 2 ഫാമിലീസിലും ഒരു സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 മെമ്പേഴ്സിനെ ഒരുമിച്ച് തോപ്പിച്ചിട്ടുണ്ട് മഹോരാഗ. മഹോരാഗ ഇത്രയും സ്ട്രോങ് ആവാനുള്ള കാരണം അതിൻ്റെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. എന്തിനോടും ഏതിനോടും അഡാപ്റ്റ് ചെയ്യാൻ മഹോരാഗയ്ക്ക് പറ്റും. അതൊരു അറ്റാക്കോ ടെക്നിക്കോ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ക്ലൈമറ്റ് ചേഞ്ചിനോട് പോലും അഡാപ്റ്റ് ചെയ്യാൻ മഹോരാഗയ്ക്ക് പറ്റും. ഏതെങ്കിലും മഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ തണുപ്പിനോട് അഡാപ്റ്റ് ചെയ്യും. അതുപോലെ ഒരു മരുഭൂമി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ചൂടിനോട് അഡാപ്റ്റ് ചെയ്യും. ഈവൻ വെള്ളത്തിനടിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പോലും അതിനോടും അഡാപ്റ്റ് ചെയ്യും. മഹോരാഗയുടെ കയ്യിൽ എപ്പോഴും ഒരു വാളുണ്ടായിരിക്കും. സോഡ് ഓഫ് എക്സ്റ്റർമിനേഷൻ എന്നാണ് ആ വാളിൻ്റെ പേര്. ആ വാളിനകത്ത് ഒരു വലിയ എമൗണ്ട് ഓഫ് പോസിറ്റീവ് എനർജി ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് പവർഫുൾ ആയിട്ടുള്ള സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സസിനെ പോലും ഒറ്റ വെട്ടിന് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലായിട്ട് 8 പിടികളുള്ള ഒരു വീലും ഉണ്ടായിരിക്കും. ആ വീല് ഓരോ പ്രാവശ്യം കറങ്ങി ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും മഹോരാഗ ഓരോ അറ്റാക്കിനോടും അഡാപ്റ്റ് ചെയ്യുന്നത്. ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലും ഒരു അറ്റാക്ക് റിസീവ് ചെയ്ത് അത് ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മഹോരാഗ ആ ഒരു അറ്റാക്കിനോട് അഡാപ്റ്റ് ചെയ്യുള്ളൂ. സുഗുണയായിട്ടുള്ള ഫൈറ്റിൻ്റെ സമയത്ത് ആദ്യമൊക്കെ സുഗുണയുടെ സ്ലാഷിംഗ് അറ്റാക്സ് മഹോരാഗയെ ഡാമേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡൊമൈൻ എക്സ്പാൻഷൻ നടത്തിയിട്ട് പോലും അത് ഒരു രീതിയിലും ഡാമേജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സുഗുണയുടെ സ്ലാഷിംഗ് അറ്റാക്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. പക്ഷേ മഹോരാഗ എല്ലാ ടൈപ്പ് സ്ലാഷിംഗ് അറ്റാക്സിനോടും ആ സമയത്തേക്ക് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് ഏക്കാത്തത്. മഹോരാഗയെ തോൽപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ അറ്റാക്ക് ഉപയോഗിച്ച് മഹോരാഗയെ അറ്റാക്ക് ചെയ്യണം. അതിനിടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് മഹോരാഗ അതിനോട് അഡാപ്റ്റ് ചെയ്യും. അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രീതിയിലും ആ ഒരു അറ്റാക്ക് ഉപയോഗിച്ച് മഹോരാഗയെ ഒരു രീതിയിലും ഡാമേജ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് സുഗുണൻ ഡൊമൈൻ എക്സ്പാൻഷനോടൊപ്പം ഫയർ ആരോയും കൂടെ യൂസ് ചെയ്തത്. കാരണം സ്ലാഷ് അറ്റാക്സിനോട് ആൾറെഡി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സുഗുണ ഫയർ ആരോ അതിനു മുമ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫയർ ആരോ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു അറ്റാക്ക് ആയതുകൊണ്ടും മഹോരാഗയെ ആ ഒരു അറ്റാക്ക് കൊണ്ട് തന്നെ തീർക്കാൻ പറ്റി. പക്ഷേ മഹോരാഗ എല്ലാത്തിനോടും അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും മഹോരാഗയെ തോൽപ്പിക്കാൻ പറ്റില്ല.